വൺ പ്ലസിന്റെ 13 സീരീസ് അത് ഇറങ്ങിയ സമയത്ത് വലിയ ഹൈപ്പൊന്നും ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പോകെ പോകെ നല്ല നല്ല കമൻസും റിവ്യൂസും ആ ഒരു ഡിവൈസിന് വന്നു. അപ്പം വൺ പ്ലസ് 13 ഫസ്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ആകെ ഒരു മോഡൽ ഉണ്ടായിരുന്നുള്ളൂ, വൺ പ്ലസ് 13 ആണ്. അത് കഴിഞ്ഞ് ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ആ ഒരു 13R എന്ന് പറഞ്ഞ മോഡല് വൺ പ്ലസ് 13 ലൈനപ്പിലേക്ക് ആഡ് ആയി. ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് വൺ പ്ലസ് വീണ്ടും അവരുടെ പുതിയൊരു ഡിവൈസ് ഈ ഒരു 13 ലൈനപ്പിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. അത് വൺ പ്ലസ് 13S ആണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൺ പ്ലസ് 13R യൂസ് ചെയ്തവർക്ക് ഇതൊരു ചതി തന്നെയാണ്. കാരണം വൺ പ്ലസ് 13S ഞാൻ കുറേ നേരമായിട്ട് വൺ പ്ലസ് 13 എന്ന് പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്, റിപ്പീറ്റ് അടിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വൺ പ്ലസ് 13S എന്ന് പറയുന്നത് ഒരു മിനി ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഈ ഒരു മിനി ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല, ഒരു 6.3 ഇഞ്ചസിന്റെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. കയ്യിൽ ഒതുങ്ങും നല്ല രീതിയിൽ. കോമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ അത്ര ചെറിയ ഫോണല്ല, അത്യാവശ്യം നോർമൽ, ഇപ്പോഴത്തെ എല്ലാ യൂസിനും നോർമൽ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ സൈസ് ആണത്. ഇതെങ്ങനെ ആ ഒരു 13R ചതിയാവും ചോദിച്ചാൽ, പുതിയ മോഡലില് ഫ്ലാഷ് പ്രൊസസ്സറും കപ്പാസിറ്റി കൂടിയ ബാറ്ററി, ഫ്ലാഷ് ലെവൽ ഡിസ്പ്ലേ, അതായത് വൺ പ്ലസ് 13 ഏത് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തത് ആ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ സൈസ് കുറച്ചിട്ട് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇത് തന്നെയാണ് 13R വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നത്, നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതും 50K ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഈ ഒരു 13S ഒരു നല്ല ചോയ്സ് ആണ്. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വൺ പ്ലസ് ചെയ്യാത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈനും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ഫാക്ടർ, അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള സ്പെക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടും. ഇനി പ്രൈസിങ് മിക്കവാറും ഈ ഒരു ഫോൺ ഇതുവരെ എന്താ പറയുക ഒഫീഷ്യൽ ആയിട്ട് അവരുടെ പ്രൈസ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സ്പെക്കും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഇതൊരു 50K ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 13R പ്രൈസിങ് ഇപ്പോൾ 42,999 ആണ് വൺ പ്ലസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് കാണുന്നത്. അതുപോലെ വൺ പ്ലസിന്റെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസ് വൺ പ്ലസ് 13 നമുക്ക് പ്രൈസ് ചെയ്തിട്ടുള്ളത് 69,999 ആണ്. അപ്പം എന്തായാലും വൺ പ്ലസ് 13 അടിപൊളിയായിട്ടുള്ള ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് വരിക, ഹൈസൽ ബ്ലേഡിന്റെ, അതുപോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പക്ഷേ ഈ ഒരു 13S വരുമ്പോൾ അതൊരു ജസ്റ്റ് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആയിട്ട് കുറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് അടിപൊളി സെറ്റപ്പാണ്. ഒരു പ്രൈമറി സെൻസറും ഒരു ടെലിഫോട്ടോ സെൻസറും, രണ്ടും 50 മെഗാപിക്സലിന്റെ. അപ്പം ടെലിഫോട്ടോ സെൻസർ ആണ് എന്തുകൊണ്ടും അൾട്രാ വൈഡിനേക്കാളും ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് നല്ല ഒരു പോർട്രേറ്റ്സ് എടുത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു സൂം ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എന്തായാലും ടെലിഫോട്ടോ ആണ് ബെസ്റ്റ്. യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും അൾട്രാ വൈഡുള്ള ഡിവൈസിലേക്ക് മാറുന്നതായിരിക്കുന്നത്. പക്ഷേ ഒരു 90% പേരും അൾട്രാ വൈഡൊക്കെ ഏത് കാലത്താണോ യൂസ് ചെയ്യുക, ഒരു ഗ്രൂപ്പ് സെൽഫി അല്ലെങ്കിൽ ഒരു എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അൾട്രാ വൈഡ് അത്ര വൈഡ് ആയിട്ട് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളൂ. വൺ പ്ലസ് 13S ഇറങ്ങുന്നത് 13R യൂസേഴ്സിന് ഒരു ചതി തന്നെയാണ്. പക്ഷേ ഇനി എടുക്കാൻ പോകുന്ന ഇനി ഒരു 50K കയ്യിലുണ്ടെങ്കിൽ ആ ഒരു 50K നല്ലൊരു ഫ്ലാഷിപ്പ് ഡിവൈസ് തന്നെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വൺ പ്ലസ് 13S ഒക്കെ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് 13S അല്ലാതെ വേറെ കുറേ ഡിവൈസസ് നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടും. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വൺ പ്ലസിൻ്റെ കളി എങ്ങോട്ടാണ് പോകണമെന്ന് ഒരു പിടുത്തമില്ല. എന്തൊക്കെയോ ഇറക്കുന്നത്, എന്തൊക്കെയോ ചെയ്യുന്നു, എങ്ങും എത്തുന്നില്ല. ഓക്കെ, അവർ മെയിനായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് പോലും അവർക്കറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മെയിനായിട്ടും വേറെ കുറേ സീരീസ് ഉണ്ട് അവർക്ക്, നോഡ് സീരീസ്, അതുപോലെ തന്നെ അവരുടെ വേറെ സീരീസ് ഉണ്ടായിരുന്നല്ലോ, നോഡ് സീരീസൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരണം. ഇപ്പം ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നോഡ് 4 വരെ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ വൺ പ്ലസിന്റെ ആ യൂസർ എക്സ്പീരിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ColorOS 15 ColorOS ആണ് മെയിനായിട്ട് റൺ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ColorOSന്റെ പ്രത്യേകത പഴയ കോപ്പി അടിയൊന്നുമല്ല, പുതിയ ഇന്നോവേഷൻസ്, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ColorOSും ടോപ്പ് ഓഫ് ദ ലൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പക്ഷേ ഇപ്പോഴും മറ്റേ പഴയ OxygenOS തന്നെയാണ് എനിക്കിഷ്ടം, പറഞ്ഞിട്ടെന്താ കാര്യം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണെങ്കിലും വൺ പ്ലസിന്റെ 13S പറ്റി എനിക്ക് പറയാനുള്ളത്. ചതി തന്നെ.